ദുബായിൽ അഴുക്കുപിടിച്ച മെട്രോ ബോർഡ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിച്ച ഒരു മലയാളിയെ പരിചയപ്പെടാം. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി തൻവീർ അഹമ്മദാണ് ഇപ്പോൾ ദുബായ് RTയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ മെട്രോ ബോർഡ് നേരെയായത് എങ്ങനെയെന്ന് നോക്കാം. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ മെട്രോ സ്റ്റേഷന്റെ ബോർഡായിരുന്നു ഇത്. അൽക്കൂസിലെ തൊഴിലിടത്തിലേക്കുള്ള യാത്രക്കിടയിൽ തൃക്കരിപ്പൂർ സ്വദേശി തൻവീർ അഹമ്മദ് ഈ കാഴ്ച സ്ഥിരം കാണാറുണ്ട്. ഒരു ദിവസം ദൃശ്യം പകർത്തി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് അയച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടി എത്തി. നടപടി ഉണ്ടാകും. പിറ്റേ ദിവസം അതുവഴി പോകുമ്പോൾ കണ്ട കാഴ്ച തൻവീറിനെ ഞെട്ടിച്ചു. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സംഭവം. ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഞാൻ ഈ സംഭവം മറന്നിട്ടുള്ള സംഭവം. ഞാൻ ലൈക്ക് ഒരു ദിവസം മുമ്പ് ഈ മെസ്സേജ് അയച്ചു. ആ കാര്യം ഞാൻ വിട്ടു. അത് എനിക്ക് മൈൻഡിലേ ഇല്ല. ഞാൻ ജസ്റ്റ് ബസ്സിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലുക്ക് കൊടുത്ത് അവിടത്തേക്ക് അപ്പോഴാണ് ഈ ഒരു പുതിയതായിട്ട് ഒരു ന്യൂ ബോർഡ് കാണുന്നത് അവിടെ. സത്യത്തിൽ പുതിയതായിട്ട് ലൈക്ക് അത് അവർ ക്ലീൻ ചെയ്തതല്ല, അവരത് ബോർഡ് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്തേക്കുന്നതാണ്. സോ ലൈക്ക് നല്ല ഹാപ്പിയായി. കഴിഞ്ഞ ദിവസം RTA തൻവീറിനെ ഓഫീസിലേക്ക് വിളിച്ച് അനുമോദിച്ചു. നല്ല സ്വീകരണമായിരുന്നു. അവർ ലൈക്ക് ഫുൾ എമറാത്തി ആൾക്കാരായിരുന്നു മൊത്തത്തിൽ. ലൈക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ ആയിരുന്നു ഫുള്ളായിട്ടുണ്ടായത്. സോ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു. കേരളത്തിലും ഇത്തരത്തിൽ ഞൊടിയിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെന്ന് തൻവീർ പറയുന്നു. എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം തന്നെയാണ് ദുബായ് എപ്പോഴും നമ്പർ 1 നിർത്തുന്നത്. അതിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായാലും മലയാളികൾ കാരണമായി മാറുന്നു എന്നുള്ളത് നമുക്കൊക്കെയും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അല്ലെങ്കിലും ഏതു മാറ്റത്തിന് പിന്നിലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയാറുണ്ട്. ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.